வெண்ணிலவும் பொன்னி நதியும் கண்ணியும் துணையின்றி என்ன சுகமெங்கு படைக்கும் பெண்மையும் சுகமின்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சிந்தி வரும் பொங்கும் அமுதம் தங்கிடும் குமுதமும் கன்னி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசக்கும் மொழியினில் நடையினில் உடையினில் அதிசய சுகந்தரும் அணங்கிவள் பிறப்பிதுதான். மண்ணில் இந்த காதலின்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி 7 சொரந்தான் பாடுமோ? അല്ല എന്താണ് ഇവിടെ? ഞാൻ ഈ 49-ാമത്തെ 50-ാമത്തെ എപ്പിസോഡ് വളരെ ഗൗരവമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് നീ ഇവിടെ പാട്ടും കൂത്തുമായിട്ട് നിൽക്കുന്നു. നിന്റെ സ്ഥലം ഇവിടെ അല്ല, അവിടാണ്. എന്താ അതിന്റെ കാര്യം? വിശാലമായ ഈ സ്റ്റേജ് സെറ്റ് കണ്ടപ്പോ എന്റെ കൈയൊക്കെ തെരിച്ചു. കൈ കോരി തെരിച്ചു. അല്ലെങ്കിൽ നിനക്ക് തരിപ്പ് കുറച്ച് കൂടുതലാണ്. നീ അങ്ങനെ തരിക്കണ്ട കേട്ടാ. തരിക്കണ്ട, ഇവിടെ ഞാൻ മാത്രം. നീ അവിടെ ഇരുന്നാ മതി. നീ തരിക്കണ്ട, നീ ഇരുന്നാ മതി. നീ അങ്ങോട്ട് പോകും. ഒരു മത്സരാർത്ഥിയായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. നിനക്കെല്ലാം അറിയാം, പേര് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ എല്ലാം സ്വന്തം ശ്രീജിത്ത് IPS. അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയാണ്. ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്നു ആ മഹാമനുഷ്യനെ, ശ്രീജിത്ത് IPS. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മലപ്പുറം ആയിരുന്നു. MSP മലപ്പുറം MSP ക്യാമ്പിൽ അവിടുത്തെ മേധാവിയായിരുന്നു. അന്ന് എനിക്കൊരു ഗാനമേള ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അന്നേ എനിക്കറിയാം ഇദ്ദേഹം ഒരു വലിയ കലാകാരനാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി അദ്ദേഹത്തിന് കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. പാട്ടുപാടും, അസലായിട്ട് മൃദംഗം വായിക്കും. ഇനി എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തായാലും ശ്രീജിത്ത് തന്നെ പറയണം. അല്ല, കാര്യമായിട്ട് വേറൊന്നുമില്ല, ഈ കലാസ്വാദനം തന്നെയുള്ളൂ. നിങ്ങളുടെയൊക്കെ പാട്ട് കേട്ട് സന്തോഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി വന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ശ്രീജിത്ത് പറയാൻ റെഡിയാണോ? തീർച്ചയായിട്ടും പറയാൻ റെഡിയാണ്. എന്നാൽ നേടാനും റെഡി ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. താങ്ക് യു. ഈ സെറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് പാടാൻ അനുവാദം തന്നെ. ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. സന്തോഷം സന്തോഷം. ഗോമതിപ്പൈ ചൊല്ലുന്നു, ഗോപിമാരും ചൊല്ലുന്നു, ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തമാണെന്ന്. നന്ദിനിക്കും മക്കൾക്കും സുന്ദരിത്തൈ വല്ലിക്കും ചന്തമേറും ശ്രീകൃഷ്ണൻ ബന്ധുവാണെന്ന്. കാർമുകിലും ചൊല്ലുന്നു, മേഘവർണം തൻ്റേത്, പൂങ്കുയിലും കൂവുന്നു, പുല്ലാങ്കുഴലിൻ്റേത്. കാർമുകിലും ചൊല്ലുന്നു, മേഘവർണം തൻ്റേത്, പൂങ്കുയിലും കൂവുന്നു, പുല്ലാങ്കുഴലിൻ്റേത്. ഗോമതിപ്പൈ ചൊല്ലുന്നു, ഗോപിമാരും ചൊല്ലുന്നു, ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തമാണെന്ന്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ശ്രീജിത്തിന് എന്തെങ്കിലും ഒരു ഗസ് അടിക്കാൻ പറ്റുമോ? അതായത് ഏത് സിനിമയിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോണെന്ന്? പോലീസ് സംബന്ധിയായിട്ടുള്ള ഏതെങ്കിലും കഥയായിരിക്കാനാണ് സാധ്യത. സാധാരണഗതി നിങ്ങൾ റെയ്ഡ് ചെയ്തൊക്കെ പിടിക്കുന്ന ഒരു സംഭവമാണ്. റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്? റെയ്ഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യും, മാത്രമല്ല അത് കഴിക്കുകയും ചെയ്യും. ഓ, മദ്യമാണ്.
അതിൻ്റെ വേറൊരു പേരാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ ഇപ്പം അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നുള്ളത് നോക്കിയാൽ മതി. ഓ സ്പിരിറ്റ്. മോഹൻലാൽ അഭിനയിച്ച ശരി. സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്. സ്പിരിറ്റ്. വളരെ സ്പിരിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങിക്കളയാം. ഓക്കെ, നല്ല സ്പിരിറ്റോടുകൂടി തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാ. സ്പിരിറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്ത രഘുനന്ദൻ എന്ന കഥാപാത്രം തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് എത്ര വർഷമായെന്നാണ് കഥയിൽ പറയുന്നത്? വൈഫിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് എത്ര വർഷമായി എന്നാണ് മോഹൻലാൽ പറയുന്നത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10. 7 years. 7 years. 7 years. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഭാഷ പറയാറുണ്ട്, എടുത്തിട്ട് പൂട്ടുക എന്ന്. സാധാരണ ലോക്ക് ചെയ്യട്ടെ എന്നല്ലേ ചോദിക്കുന്നത്. ഇവിടെ എടുത്തിട്ട് പൂട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഷ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭാഗ്യത്തിന് ഞാൻ കണ്ട സിനിമയായത് വലിയ ഉപകാരം. ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഇത് ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. രഞ്ജിത്തും കോഴിക്കോട്ടുകാരനാണ്. അതെ അതെ. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് ഈ മദ്യപിക്കുന്നവരോടും മദ്യപന്മാരോടും ഒക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ കോഴിക്കോട്ടുകാരുടെ ഒരു തനതായ സിനിമയാണ്. അത് ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടതുകൊണ്ട് വലിയ ഉപകാരം. കാണാത്ത സിനിമല്ലോ അതിനെ ഞാൻ മെനക്കെട്ട് പോയത്. അപ്പം 7 വർഷം പറഞ്ഞിരിക്കുന്ന ഓപ്ഷനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ്. അതവിടെ നിൽക്കട്ടെ. ശരി. എന്തായാലും ശ്രീജിത്തിൻ്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ, ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ, ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ, ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം, ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ശ്രുതി ശുദ്ധം. താങ്ക് യു. സംഗതികളെല്ലാം മണിമണി പോലെ വീഴുന്നു. ഓ, വളരെ സന്തോഷം. എനിക്കിപ്പോ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇരിക്കുകയാണോ അതോ ഗെയിം ഷോയിൽ ഇരിക്കുകയാണോ എന്നൊരു സംശയം തോന്നി. പോലീസുകാർക്ക് മാത്രമായിട്ട് ഒരെണ്ണം വെച്ചാൽ ഞങ്ങൾ വരാം. അല്ല, ശ്രീജിത്തിനെ ഞാൻ കാണുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് അല്ല, ഇപ്പോഴും ഒരു പാട്ടുകാരനായിട്ടാണ് ആയിപ്പോയി. അത് കുഴപ്പമില്ല, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. പക്ഷെ ഇതെന്ന് പറയുന്നത് പരബ്രഹ്മമൂർത്തി, ആ സംഗതി ഉണ്ടല്ലോ, അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടി. കാരണം അതൊന്നും അത്ര ഈസി ആയിട്ടൊരു ആർട്ടിസ്റ്റിന് വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ഇത്രയും തിരക്കിനിടയിൽ നിങ്ങൾ എപ്പോഴും 24 മണിക്കൂറും പോലീസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാടുക എന്ന് പറയുന്നത് ഒരു അതിശയം തന്നെയാണ്. താങ്ക് യു. സത്യം ഞാൻ എന്നും സത്യമായിട്ട് തരുന്നു. ഓപ്ഷൻ എ 7 വർഷം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. 2000 rupees, 2000 രൂപ. അത് ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിക്കണം. അതാണല്ലോ ഇതിന്റെ ഒരു അത്. ശരി.